തിരുവനന്തപുരത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ. നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും മോഡൽ സ്കൂൾ ജംഗ്ഷനിലും വെള്ളക്കെട്ടാണ്. വിജിൻ വായാന്തോട് ചേരുന്നു. വിജിൻ, വേനലിന് ആശ്വാസമായി മഴ ലഭിച്ചെങ്കിലും മഴ മൂലമുണ്ടാകുന്ന ദുരിതങ്ങളുടെ റിപ്പോർട്ടുകളാണോ വരുന്നത്? അല്ല, കുറച്ചു മുമ്പ് നമ്മൾ തന്നെ വാർത്ത നൽകിയിരുന്നു. അത് അസ്തിക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഈ വേനൽ മഴയിൽ ഉണ്ടായിരുന്ന വെള്ളക്കെട്ടുകൾ ഇപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. കാരണം ഈ സാധാരണഗതിയിൽ തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിൽ ശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാറുണ്ട്. തമ്പാനൂരും അതുപോലെ തന്നെ ഈ ബേക്കറി ജംഗ്ഷനിലും മോഡൽ സ്കൂൾ ജംഗ്ഷനിലും ഒക്കെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും നിലവിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിനിറ്റുകൾക്കകം തന്നെ ആ വെള്ളം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അത്ര വെള്ളക്കെട്ടുകൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. നിലവിൽ എന്തായാലും ഇപ്പോൾ വെള്ളക്കെട്ടുകൾ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ശക്തമായ മഴ തന്നെയായിരുന്നു. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മണിക്കൂറായി പെയ്തുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലും രാത്രിയും വൈകുന്നേരവും ഒക്കെയായി ശക്തമായ മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണ് വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ ഒക്കെ ഭാഗമായി ഇത്തരത്തിൽ പ്രവൃത്തികൾ ഒക്കെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ശക്തമായ മഴയിലുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിലവിലെ കാഴ്ചകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ തമ്പാനൂരും ഒപ്പം തന്നെ ബേക്കറി ജംഗ്ഷനും കിഴക്കേക്കോട്ടയും ഒക്കെ വെള്ളത്തിൽ മുങ്ങാറുള്ളതാണ്. അത് പൂർണ്ണമായും ഒഴിവാകാൻ സമയങ്ങളും എടുക്കാറുണ്ട്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ശക്തമായ വേനൽ മഴ അത് ആശ്വാസമായി തന്നെ ഉണ്ടാകുമ്പോഴും ജനങ്ങൾക്ക്, യാത്രക്കാർക്ക് ഉൾപ്പെടെ, റോഡിലിറങ്ങുന്ന ആളുകൾക്ക് ഉൾപ്പെടെ അതൊരു വലിയ ശമനമായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഈ ഘട്ടത്തിൽ ഉള്ളത് എന്ന് പറയേണ്ടി വരും. മസ്ദ. ശരി, വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.